ഓക്കെ, സ്റ്റാർട്ട്. ജയപാസ്റ്റർ ഉണ്ടോ? ജയപാസ്റ്റർ ഉണ്ടോ? ഇല്ല. തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ബുധനാഴ്ചത്തെ മീറ്റിംഗിൽ ഓൺലൈനിൽ ഞങ്ങളെ ശ്രവിക്കുന്ന JCNDSD സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഞങ്ങളുടെ ഈ സംരംഭത്തെ സഹായിക്കുകയും ചെയ്യുന്ന ബഹുമാൻ കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഇന്നത്തെ രാത്രിയിലെ ഈ കൂട്ടായ്മയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം അഥവാ ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റമെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്കും ഇന്ന് രാത്രിയിൽ ലൈവായി പോകുന്ന ഈ മീറ്റിംഗിന്റെ കാഴ്ചയ്ക്കായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി ബൈബിൾ അടിസ്ഥാനപ്പെടുത്തി യെരുസലേമിൽ ആരംഭിക്കപ്പെട്ട 1-ാം നൂറ്റാണ്ടിൽ യെരുസലേമിൽ പരിശുദ്ധാത്മാവിന്റെ ആവിർഭാവത്തോടുകൂടി പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തോടുകൂടി ആരംഭിക്കപ്പെട്ട യഥാർത്ഥ സഭയ്ക്ക് എന്തു പറ്റി, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഇരുണ്ട യുഗം എന്ന് ബൈബിൾ വിളിക്കുന്ന കാലഘട്ടം തുടങ്ങി ഇന്ന് നാം എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചെറുകിടതും വലുതുമായ സഭകൾ ഈ ലോകത്ത് ആയിരിക്കുകയും അതിലെല്ലാം ഉൾപ്പെട്ടു നിൽക്കുന്ന വിശ്വാസികൾ പൊതുവിൽ തങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയാണ് സത്യസഭ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സത്യത്തെ ജനങ്ങളോട് ബോധിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സഭയുമായി ബന്ധപ്പെട്ട ബൈബിളിൽ നിന്നുള്ള ഭാഗങ്ങളും ചരിത്രപരമായ വസ്തുതകളും സഭ ഇരുണ്ട കാലഘട്ടത്തിൽ ഡാർക്ക് ഏജിൽ എങ്ങനെ കടന്നുപോയി, സഭ നേരിട്ട പീഡനങ്ങൾ, ദുരുപദേശങ്ങൾ എന്നിവയെല്ലാം ഞങ്ങൾ കഴിഞ്ഞ 4 എപ്പിസോഡുകളിൽ നിങ്ങളുമായി പങ്കുവച്ചുവല്ലോ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അതിന്റെ കേരളത്തിൽ ആഗോളതലത്തിലും ആംഗ്ലിക്കൻ സഭയുടെ ആവിർഭാവം തുടങ്ങി മലയാളത്തിൽ മിഷണറിമാർ വന്ന് കേരളത്തിന്റെ സാംസ്കാരികവും കേരളത്തിന്റെ ആത്മീയവുമായ മണ്ഡലങ്ങളിൽ മിഷണറിമാർ നടത്തിയ മുന്നേറ്റങ്ങളും സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളാണ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന ദിവസം ഞങ്ങൾ ഈ പാനലിൽ ഉള്ളത്, എന്നോടൊപ്പം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനുള്ളത് ബ്രദർ വിൽസൺ ബെഞ്ചമിൻ ആണ്. താൻ ദുബായിൽ വർക്ക് ചെയ്യുന്നു, ഇന്ന് നാട്ടിലുണ്ട്. കായംകുളത്ത് നിന്നും അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ സഹോദരൻ സൈമൺ ബെഞ്ചമിനും ഉണ്ട്. ഇരുവരെയും ഈ ഇന്നത്തെ മീറ്റിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. 3 ചോദ്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ചർച്ചയ്ക്കായിട്ട് എടുക്കുവാനായിട്ട് പോകുന്നത്. ഈ 3 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം, എന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ആരംഭിക്കുകയാണ്. 1 മിനിറ്റ്. ഇംഗ്ലീഷിൽ ആദ്യം വായിക്കാം. ഹൗ ഡിഡ് ആംഗ്ലിക്കൻ ചർച്ച് കെയിം ഇൻ ടു ബീയിങ് ഇൻ ഇംഗ്ലണ്ട്? എങ്ങനെയാണ് ഇംഗ്ലണ്ടിൽ ആംഗ്ലിക്കൻ ചർച്ച് പ്രവർത്തിച്ചു തുടങ്ങിയത്? അതിന്റെ പശ്ചാത്തലവും സാഹചര്യങ്ങളും ഒന്ന് കാലഘട്ടത്തിന്റെ അനുസൃതമായി വിശദമാക്കാമോ? താങ്ക് യു പാസ്റ്റർ. കർത്താവായ യേശു ക്രിസ്തുവിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ഈ ലൈവിൽ കൂടെ നമ്മുടെ വ്യൂവേഴ്സിനോട് സംസാരിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തിനെ അതിയായി സ്തുതിക്കുന്നു. ചരിത്രത്തിൽ നമുക്ക് പല കാര്യങ്ങൾ തിരക്കിപ്പോയാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ഗുണം, നമ്മൾ മതം എന്ന ആ ഒരു നമ്മുടെ ജീവിതത്തിലുള്ള ഒരു കാര്യം, അതായത് നമ്മൾ ജനിച്ച ഒരു മതം, അത് ക്രിസ്തീയ സഭകളിൽ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ ഇപ്പൊ ഒരു കത്തോലിക്കക്കാരനാണെങ്കിൽ ഞാനൊരു കത്തോലിക്കക്കാരൻ എന്ന് അഭിമാനം കൊള്ളുന്നു.
ചിലപ്പോൾ ഒരു ഓർത്തഡോക്സുകാരനാണെങ്കിൽ ചിലപ്പോൾ ഞാനൊരു തോമസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആണ് എന്ന് അഭിമാനം കൊള്ളുന്നു. പക്ഷെ ഇതിനപ്പുറം നമ്മൾ കുറച്ച് ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എങ്ങനെ മനുഷ്യന്റെ ഇടപെടൽ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസൃതമായി അവർ വിശ്വാസത്തെ വേറെ ഒരു രീതിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വളരെ നല്ല എക്സാമ്പിൾസ് നമുക്ക് ചരിത്രത്തിൽ കൂടെ പഠിക്കുവാനുണ്ട്. അതൊക്കെ പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകും നമ്മൾ കർത്താവായ യേശുക്രിസ്തു തന്റെ അപ്പോസ്തോലന്മാരിൽ കൂടെ പുറപ്പെടുവിച്ച ആദ്യ സുവിശേഷത്തിലേക്ക് കടന്നു പോയില്ല എങ്കിൽ നമ്മൾ വലിയ മനുഷ്യനാൽ ഒരുക്കപ്പെട്ട ചതിയിലേക്ക് കടന്നു പോകുമെന്നുള്ള ഉത്തമമായ എക്സാമ്പിൾസ് നമുക്ക് ഈ ചരിത്രത്തിൽ കാണുവാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഇംഗ്ലണ്ടിൽ ഉണ്ടായ ആംഗ്ലിക്കൻ സഭ, ആ സഭ എങ്ങനെയാണ് രൂപത്തിൽ വന്നതെന്നും അത് എങ്ങനെയാണ് പിന്നെ കേരളത്തിലെ വിശ്വാസത്തിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തെന്നുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. അപ്പൊ അതിനകത്തെ ശൃംഖലയിലുള്ള ആദ്യത്തെ ചോദ്യമാണ്, എങ്ങനെയാണ് ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടായത്? നമുക്കറിയാം 1500കളിൽ വരെ ഹോളി റോമൻ എംപയർ എന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു യൂറോപ്പിൽ ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ യൂറോപ്യൻ യൂണിയൻ എന്ന് കാണുന്നത് പോലെ ഹോളി റോമൻ എംപയർ എന്നുള്ള ആ ഒരു സിസ്റ്റം ആയിരുന്നു അന്ന് ഭരിച്ചിരുന്നത്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ ചെറിയ ചെറിയ രാജ്യങ്ങൾ അവരുടെ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ തന്നെ അവർക്ക് അവരെ ഒരുമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരേ മതത്തിൽ ആയിരുന്നു എന്നായിരുന്നു. ഒരു രാജാവുണ്ട്, ആ രാജാവ് എപ്പോഴും പോപ്പിന്റെ അധീനതയിലാണ് റൂൾ ചെയ്യുന്നത്. രാജ്യത്തിന്റെ നയതന്ത്രപരമായ കാര്യങ്ങൾ രാജാവിന് തീരുമാനിക്കാമെങ്കിലും പല കാര്യങ്ങളിലും പോപ്പിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഓരോ ഡിസിഷൻസ് എടുക്കുവാൻ സാധിക്കത്തുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തിൽ ആൾക്കാർ ഉള്ളപ്പോൾ ആ മതത്തിന്റെ നേതാവ് ആണ് ആ മതത്തിലെ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഒരു രാജാവിനെ സംബന്ധിച്ചോളം ഒരു പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ മതം ഒരു വലിയ ഒരു റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോളി റോമൻ എംപയർ, അതായത് പോപ്പിന്റെ അധീനതയിൽ ഉള്ള ഈ എംപയർ 1500കളിൽ വരെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ആണ് കിങ് ഹെൻറി എട്ടാമൻ, ആ കിങ് ഹെൻറി എട്ടാമൻ വിവാഹം കഴിച്ചിരുന്നത് കാത്രീൻ ഓഫ് അരഗോൺ എന്നുള്ള ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിച്ചിരുന്നത്. ഈ സ്ത്രീ അദ്ദേഹത്തിന്റെ മൂത്ത ബ്രദറിന്റെ ഭാര്യയായിരുന്നു ആദ്യം. ആ മൂത്ത ബ്രദർ മരിച്ചുപോയി, ഏതോ കാരണവശാൽ മരിച്ചുപോയ ശേഷം അദ്ദേഹമായിരുന്നു ആക്ച്വലി പ്രിൻസും അടുത്ത കിങ്ങുമായിരുന്നു. പക്ഷെ അടുത്ത ഈ ഒരു കിങ് ആയിട്ട് അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരൻ മരിച്ച ശേഷം കിങ് ആകുകയും ആ കാത്രീൻ എന്നുള്ള സഹോദരന്റെ ഭാര്യയെ ശേഷം വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ വിവാഹത്തിൽ നിന്നും അദ്ദേഹത്തിന് ഏകദേശം 7 മക്കൾ ഉണ്ടായ ആ മക്കൾ മരിച്ചുപോയി. എട്ടാമത് അവർക്കുണ്ടായ ഒരു കുഞ്ഞ് അതൊരു മകളായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാജാക്കന്മാർ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലിട്ട് യുദ്ധം ചെയ്ത് നിലനിൽക്കുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് നമുക്ക് ക്വീൻ ഓഫ് ഇംഗ്ലണ്ട് ഒക്കെ നമുക്ക് വലിയൊരു വിഷയമല്ലെങ്കിലും അന്നത്തെ രാജാവ്, അതായത് ഈ ഹെൻറി എട്ടാമന്റെ പിതാവ് ഹെൻറി ഏഴാമൻ, അദ്ദേഹത്തിന് ഒരു മകൻ തന്നെ റൂൾ ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ ഹെൻറി എട്ടാമനും തന്റെ ഒരു മകൻ ഉണ്ടായിട്ട് ആ മകൻ റൂൾ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. ഒരു അവകാശിയായിട്ട് മുന്നോട്ട് വരണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ കത്തോലിക്ക സഭയുടെ നിയമത്തിൽ അനുസൃതമായി അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെയും അദ്ദേഹത്തിന് പോപ്പിൽ നിന്നും ആ ഒരു അനുവാദം, പുതിയ ഒരു വിവാഹം കഴിക്കാനുള്ള അനുവാദം കിട്ടാതെയും വന്നപ്പോൾ അദ്ദേഹം സീക്രട്ട്ലി
ഒരു ആൻ ബൊലേൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അത് കാരണം പോപ്പ് അദ്ദേഹത്തെ ആ റോമൻ കത്തോലിക് ഒരു അദ്ദേഹത്തിന്റെ അവരുടെ ആ ഒരു മത ഇതിൽ നിന്നും പുറത്താക്കുകയും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് അതിന് പറയുന്നത്, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഒരു പുതിയ ചർച്ചിന്റെ ഒരു ഫൗണ്ടേഷൻ വെക്കുകയും പിന്നീട് ഇദ്ദേഹത്തിന്റെ മകനായ എഡ്വേർഡ് വരുമ്പോഴാണ് ശരിക്കും അതൊരു പൂർണ്ണമായി ഒരു പുതിയ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ രൂപമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ റോമൻ കത്തോലിക്ക ചർച്ച് തുടങ്ങിയപ്പോൾ കോൺസ്റ്റന്റൈൻ എന്നുള്ള എംപറർ അദ്ദേഹവും ഒരിക്കലും സ്നാനപ്പെടുകയോ വിശ്വാസത്തിൽ കൂടുതൽ മുന്നോട്ട് പോവുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ചരിത്രം നമ്മുടെ മുൻപുണ്ട്. അതുപോലെ തന്നെയാണ് കിങ് ഹെൻറിയെ പറ്റി പറയുന്നത്. അദ്ദേഹം വലിയ ആ ഒരു പുതിയ റിഫോംഡ് വിശ്വാസത്തിൽ വലിയ വിശ്വാസം ഒന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ കിങ് എഡ്വേർഡ് എന്ന മകൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ മകനെ പ്രൊട്ടസ്റ്റന്റിന്റെ പുതിയതായി ഉണ്ടായ വിശ്വാസത്തിന്റെ അനുസൃതമായി വളർത്തുകയും ആ മകൻ വളർന്ന് ആ ഒരു ഇച്ചിരി ഒരു മുതിർന്ന മനുഷ്യനായി തീർന്നപ്പോൾ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലാണ് പുതിയ ബിഷപ്പിനെ സ്ഥാപിക്കുകയും ഒരു പുതിയൊരു ചർച്ച് ഹെറാർക്കി ഉണ്ടാക്കുകയും ചെയ്തത്. ഈ ഒരു ചർച്ചിന്റെ മേജർ നമ്മൾ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വ്യത്യാസം പോപ്പ് ഇനി ചർച്ചിന്റെ ഹെഡ് അല്ല എന്നുള്ള വ്യത്യാസം മാത്രം നമ്മൾ മാറ്റി നിർത്തിയാൽ ഏകദേശം റോമൻ കത്തോലിക്ക സഭകൾ ഉപയോഗിച്ചിരുന്ന അതേ ആലയങ്ങൾ തന്നെയാണ് ഇന്നും നമ്മൾ ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്. ആ ആലയങ്ങൾ അതുപോലെ തന്നെ ആംഗ്ലിക്കൻ പുതിയ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായി ഞാൻ പല ആരാധനാലയങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ റോമൻ കത്തോലിക്ക ഐഡൽസ് ഒക്കെ ഉണ്ടായിരുന്ന ചിലതൊക്കെ മാറ്റി, പക്ഷെ ചിലതൊക്കെ ഇപ്പോഴും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റേ മദർ മേരിയുടെ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ബാക്കി എല്ലാ സെയിൻസിന്റെയും പിക്ചേഴ്സും അല്ലെങ്കിൽ ഗ്ലാസ് പെയിന്റിംഗ് ഉള്ള പോർട്രേറ്റ്സും ഒക്കെ കാണുവാൻ സാധിക്കുന്ന പള്ളികൾ ഇന്നും നമുക്ക് ഇംഗ്ലണ്ടിൽ കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് വില്യം ടിൻഡേൽ എന്നുള്ള ഒരു വ്യക്തിത്വവും വളർന്നു വരുന്നത്. അതുവരെ ഡാർക്ക് ഏജസ് എന്ന് പറഞ്ഞിരുന്ന ആ സമയം അതിനെ എന്തുകൊണ്ടാണ് ഡാർക്ക് ഏജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് വെളിച്ചമായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വരികയും തന്റെ അപ്പോസ്തലന്മാരെ വെളിച്ചം ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അയക്കുകയും അവർ എഴുത്തുകളാൽ പല സഭകളെയും അറിയിക്കുകയും ചെയ്ത ആ ലേഖനങ്ങളെല്ലാം കയ്യിൽ ഉണ്ടായിട്ട് പോലും അതിനെ സഭയിൽ നിന്നും പുറത്തു പോകുവാൻ അല്ലെങ്കിൽ ലാറ്റിനിൽ നിന്നും മറ്റു ഭാഷകളിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാനുള്ള അധികാരം മറ്റുള്ളവർക്കില്ലായിരുന്നു. അപ്പോൾ സഭ ഒരിക്കലും അവിടെ ചെല്ലുമ്പോൾ വായിക്കുന്ന ആ ഒരു ചെറിയ ഒരു ബൈബിളിന്റെ ഭാഗമല്ലാതെ ഒന്നും അവർക്ക് കേൾക്കുവാൻ സാധിക്കത്തില്ലായിരുന്നു. വില്യം ടിൻഡേൽ എന്നുള്ള ഒരു വ്യക്തി ഇംഗ്ലണ്ടിൽ നിന്നും അദ്ദേഹം ഈ ലാറ്റിൻ ഭാഷയിൽ നിന്നും ആദ്യത്തെ ബൈബിൾ ഈ ഒരു വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കിന്റെ ബൈബിളിന്റെ പ്രതികളിലൂടെ മേളിൽ തന്നെ നിർത്തിക്കൊണ്ട് ഒരു കമ്പെ കെട്ടിയിട്ടിട്ട് അദ്ദേഹത്തെ കത്തിച്ച ചരിത്രം നമുക്ക് വില്യം ടിൻഡേൽ എന്ന വ്യക്തിയെ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി ചരിത്രത്തിൽ വായിക്കുവാൻ സാധിക്കും. പക്ഷേ ആ ഒരു കാര്യം പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷന്റെ വലിയ ഒരു സംഭവം തന്നെയാണ്. ആ ഒരു ബൈബിളിനെ വെച്ചുകൊണ്ടാണ് പിന്നെ കിങ് എഡ്വേർഡ് പുതിയ ഒരു സഭയുടെ സ്ഥാപനത്തിന്റെ കാര്യങ്ങളെ മുന്നോട്ട് നീക്കുകയും കത്തോലിക്ക സഭയെ
അതിനുവേണ്ടി ബ്ലെയിം ചെയ്യുകയും അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ട് അവര് ഈ ഒരു പുതിയ മതത്തെ രൂപീകരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ ഇതിനകത്ത് നമ്മൾ എപ്പോഴും കാണേണ്ടത് ഒരു മനുഷ്യന്റെ പേഴ്സണൽ ആവശ്യത്തിനു വേണ്ടി ഒരു മതസംഹിതയെ ഇച്ചിരി മാറ്റി എഴുതിയിട്ട് പുതിയ ഒരു മതത്തെ സൃഷ്ടിക്കുക എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ക്രൗഡ് മാനേജ്മെന്റ്, ഒരു പോപ്പുലേഷൻ മാനേജ്മെന്റ്, ഒരു കിങ്ങിന്റെ ടൂളായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി ഒരു പുതിയ ഒരു മത ഓർഗനൈസേഷനെ സ്ഥാപിക്കുന്നതിനപ്പുറം ആ കിങ്ങിന് ഒരു ഒബ്ജക്റ്റീവും ഈ ഒരു ആംഗ്ലിക്കൻ ചർച്ച് വെച്ചിട്ട് ഇല്ലായിരുന്നു. അതിന്റെ സ്ട്രക്ചറും ഈ റോമൻ കാത്തലിക് ചർച്ചിന്റെ അതേപോലെ തന്നെ ബിഷപ്പ് ഓഫ് കാന്റർബറി, അതിന്റെ താഴെ പല ബിഷപ്സ്, അവരെ സെലക്ട് ചെയ്യുന്ന രീതികളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ തന്നെ. ആ ബിഷപ്പ് ഓഫ് കാന്റർബറി എപ്പോഴും ഇംഗ്ലണ്ടിന്റെ കിങ്ങിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിലീജിയസ് ഹെഡ് എന്നുള്ള പദവി റോമിലെ പോപ്പിന് ഉള്ളതുപോലെ ഈ ഒരു പുതിയ ബിഷപ്പിന് ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളെ മാത്രം മാറ്റി എഴുതി പൂർണ്ണമായിട്ട് അപ്പോസ്തോലന്മാരുടെ ഒരു പഠിപ്പീരിലേക്ക് പോകാതെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തി ആ ഒരു റോമൻ അമ്മയിൽ നിന്നും വന്ന ഒരു മകൾ തന്നെയാണ് ഈ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ച് എന്ന് നമ്മൾ അറിയുന്നത്. താങ്ക് യു വെരി മച്ച്. നമ്മൾ കേൾക്കുകയായിരുന്നു കത്തോലിക്ക സഭയിൽ നിന്നും ആംഗ്ലിക്കൻ സഭ ഉണ്ടായതിന്റെ പശ്ചാത്തലവും അത് ഉണ്ടായത് ഒരു ആത്മീയ ഉന്നമനത്തിനോ അല്ലെങ്കിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ചയുടെ ഭാഗമായിട്ടല്ല, വ്യക്തിപരമായ താല്പര്യങ്ങൾ കത്തോലിക്ക സഭയിൽ നിൽക്കുമ്പോൾ ലഭിക്കാതിരുന്നത് കൊണ്ട് അത് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള രാജാവിന്റെ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ച് ഉദയം ചെയ്തത് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേൾക്കുകയായിരുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഹൂ വേർ ദ മിഷണറീസ് ആൻഡ് മിഷൻ മൂവ്മെന്റ്സ് ടു കേരള? അപ്പൊ ആരായിരുന്നു ഇന്ത്യയിൽ കേരളത്തിലേക്ക് വന്ന മിഷണറിമാരും അതുപോലെ തന്നെ അവരുടെ മൂവ്മെന്റും അവരുടെ പ്രവർത്തനങ്ങളും എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. താങ്ക് യു പാസ്റ്റർ. അത് നല്ലൊരു ചോദ്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും പറയും ഇവിടെ തോമസ് ക്രിസ്ത്യൻസ്, അതായത് തോമസ് എന്ന കർത്താവിന്റെ ആദ്യ അപ്പോസ്തോലന്മാരിൽ ഒരാളായ തോമസ് അപ്പോസ്തോലൻ ഈ കേരളക്കരയിൽ വന്നു എന്നുള്ള ഒരു കഥ, അത് ചിലർ വിശ്വസിക്കുന്നു അത് സത്യമാണെന്ന്, ചിലർ വിശ്വസിക്കുന്നു അത് സത്യമല്ലെന്ന്. അപ്പം നമുക്ക് ചരിത്രപരമായിട്ട് അതിനെ ഒരിക്കലും കൺക്ലൂഡ് ചെയ്യുവാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ ക്രിസ്ത്യൻസ് എന്നുള്ള, അതായത് ഭൂരിപക്ഷം ഓർത്തഡോക്സ് ക്രിസ്ത്യൻസ് ആയാലും അല്ലെങ്കിൽ ജക്കോബൈറ്റ് ക്രിസ്ത്യൻ, സിറിയൻ ക്രിസ്ത്യൻസ് ആയാലും ഇവരൊക്കെ വിശ്വസിക്കുന്ന ഒരു വസ്തുതയാണ് തോമസ് എന്ന ആദ്യത്തെ കർത്താവിന്റെ അപ്പോസ്തോലൻ ഈ ഭൂമിയിൽ വന്നു എന്നും ഇവിടെ വന്ന ശേഷം മൈലാപ്പൂർ എന്നുള്ള സ്ഥലത്ത് വെച്ച് ഇവിടെ വധിക്കപ്പെട്ടും എന്നുള്ള ഒരു കാര്യം പലരും വിശ്വസിക്കുന്നുണ്ട്. എന്തുമാകട്ടെ, നമ്മുടെ കേരളക്കരയിൽ ആ ഒരു സമയം ഏകദേശം ഒരു 60 AD മുതൽ ഇങ്ങോട്ട് ഈ ഒരു വിശ്വാസം നിലനിൽക്കുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥ നമുക്കറിയാം. പക്ഷേ നമ്മൾ കാണുന്നു ഈ ഒരു 1800, അതായത് 19-ാം നൂറ്റാണ്ട് വരെയും ഈ കേരളക്കരയിൽ ഒരു ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു സൊസൈറ്റിക്കകത്ത് ആ ഒരു ബൈബിൾ ഇപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്താലും അതിനെ പഠിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ സാഹചര്യം അല്ലെങ്കിൽ ശിക്ഷയുടെ ആ ഒരു ലെവൽ ഒരിക്കലും നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നു. ഇവിടെ നമുക്കറിയാം വളരെ ഒരു ജാതിയുടെ വ്യവസ്ഥ അനുസരിച്ചായിരുന്നു പലർക്കും എഡ്യൂക്കേഷനുള്ള റൈറ്റ് ഒക്കെ കിട്ടിയിരുന്നത്.
അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ നമ്മുടെ ഒരു ഇന്ത്യയെ ഭരിക്കുവാൻ വേണ്ടി ഒരു ഫോറിൻ ഫോഴ്സ് ആയിട്ട് ബ്രിട്ടീഷേഴ്സ് ഇവിടെ വരുന്നത്. അപ്പോൾ അവരിവിടെ വരുന്ന സമയത്ത് ഏകദേശം നമ്മുടെ യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് നല്ല അഡ്വാൻസ് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്നും ബ്രിട്ടീഷ് ചർച്ച് മിഷൻ സൊസൈറ്റി മിഷണറീസ്, പിന്നെ നമ്മുടെ LMS ലൂത്തറൻ മിഷൻ സൊസൈറ്റി, പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ബേസിൽ മിഷൻ സൊസൈറ്റി, അങ്ങനെ പല മിഷൻസും അതിലെ മിഷണറീസും കേരളത്തിലേക്ക് കടന്നു വരികയും ഇവർ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ജാതി വ്യവസ്ഥയെ ഒന്ന് മാറ്റുവാൻ വേണ്ടി, പിന്നെ ഇവിടെ ഒരു ജന്മിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു ജീവിത സാഹചര്യമാണ് ഇവിടെ നിലനിന്നത്. അപ്പോൾ ഇവര് ഫോക്കസ് ചെയ്ത 2 ഏരിയാസ്, ഒന്ന് അവർക്ക് ഏതെങ്കിലും ഒരു എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ രണ്ടാമത് അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള 2 കാര്യത്തിലാണ് മെയിൻലി അവർ ഫോക്കസ് ചെയ്തത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്നു ഇന്ത്യയിൽ എഡ്യൂക്കേഷന്റെ ബജറ്റ് എങ്ങനെ ചുരുക്കി കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഇന്ന് എഡ്യൂക്കേഷന്റെ ബജറ്റ് ചുരുക്കി കൊണ്ടുവരുന്നത്? എത്രയും എഡ്യൂക്കേഷൻ കുറയും അത്രയും അന്ധവിശ്വാസങ്ങൾ കൂടുവാൻ സാധിക്കും. അപ്പോൾ അതിന്റെ എഗെയിൻസ്റ്റ് ആയിരുന്നു ഈ ബ്രിട്ടീഷ് മിഷണറീസിന്റെ പ്രവർത്തനം. അവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും എഡ്യൂക്കേഷൻ കൂടുന്നു അത്രയും അന്ധകാരം മാറുമെന്ന കാര്യത്തിൽ അവർ ഫോക്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ കാണുന്നു ആ സമയം ഒരു റംബാൻ ബൈബിളിലുള്ള ഒരു മാത്രമേ മാത്രമേ നമുക്ക് സമയം നമ്മൾ കാണും ബെൻസിഗർ, ജോസഫ് ഫെൻ, ഈശ്വരന്മാരും നോർട്ടൺ ബിഷപ്പ് നമ്മുടെ ആലപ്പുഴയിൽ വരികയും, അപ്പൊ ഇവര് വളരെ സഹിക്ക് ഇംഗ്ലണ്ടിലുള്ള അവരുടെ പ്രോപ്പർട്ടി പോലും വിറ്റിട്ടാണ് അവർ ഇവിടെ മിഷന് ഒരു ദൈവത്തിന്റെ പരിവർത്തനമായിരുന്നു കേരളക്കരയെ സംബന്ധിച്ചോളം. പിന്നെ കേരളത്തിൽ നിന്നും സുവിശേഷം ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്ന ഒരു വലിയ ഒരു തുടക്കമായിരുന്നു. അതിനകത്ത് നമ്മൾ കാണുന്നു പെൺപിള്ളേർക്ക് പോലും ഒരു പള്ളിക്കൂടം എന്ന് വെച്ചാൽ പള്ളി, അതായത് വിശ്വാസത്തിന്റെ ഒരു സംഘടന, ആ സംഘടനയുടെ ഒരു ആരാധന സ്ഥലത്തെയാണ് പള്ളി എന്ന് വിളിച്ചത്. ആ പഠിപ്പിക്കുന്ന ഒരു പള്ളിക്കൂടം മലയാളം ഭാഷ എങ്ങനെ ഒരു പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷ ആക്കി തീർക്കാം എന്നുള്ള ആ ഒരു രീതിയിൽ പോലും ഇപ്പൊ നമ്മൾ കാണുന്നു ഈ ബെഞ്ചമിൻ ബേലി ആയാലും ഹെൻറി ബേക്കർ ആയാലും ഇവരൊക്കെ വളരെ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. ഒരു അച്ചടി യന്ത്രം വരുന്ന ആ സമയത്തേക്ക് ആ മലയാളം ഭാഷയെ അച്ചടി യന്ത്രത്തിന് അതിന് അച്ചടി ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയിലെ ലിപികളെ അതിനുവേണ്ടി ഒരുക്കി ആ മലയാളം ഭാഷയെ ഇത് ചെയ്യുകയും പരിഭാഷകൾ കൊണ്ടുവരികയും അങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും അങ്ങനെ വചനം മറ്റുള്ളവരിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന വലിയ പ്രവൃത്തി ഈ മിഷണറിമാരിൽ കൂടെ നടന്നിട്ടുണ്ട്. ഈ സമയം തന്നെ അവർ വേറെ ഈ ജാതി വ്യവസ്ഥയുടെ പ്രശ്നങ്ങളും നമ്മൾ കാണുന്നു. ആ സമയത്ത് ചെറിയ ജാതികളിൽ മാറുമറയ്ക്കാൻ പോലും അധികാരമില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ
ഈ പല നമ്മൾ കാണുന്ന ഈ ഓർത്തഡോക്സ് അല്ലെങ്കിൽ മാർത്തോമ അല്ലെങ്കിൽ ആ ഒരു പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നു പലരും ആ ഒരു മതത്തെ സ്വീകരിച്ചത് പോലും ഈ മാറുമറയ്ക്കാനുള്ള അധികാരത്തിന് വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഒരു പല നമ്മുടെ ഈ സമൂഹത്തിലുള്ള കൊള്ളരുതായ്മകളെ എങ്ങനെ മാറ്റുവാൻ സാധിക്കും, അങ്ങനത്തെ പല പ്രവർത്തനങ്ങളും ഈ മിഷണന്മാർ ചെയ്യുകയും അതിനകത്ത് ഏറ്റവും വലിയ പ്രവൃത്തി അവർ ഒരു മലയാളം ബൈബിൾ പൂർണ്ണ രൂപമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളികൾക്ക് നൽകി എന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷ് മിഷണറിമാരിൽ നിന്നായിരുന്നു. അപ്പോൾ ദൈവം വലിയ അത്ഭുതകരമായിട്ട് തൻ്റെ പലതര സ്കൂളുകൾ ഈ ലോകത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ പ്രൈമറി സ്കൂളിൽ പോയിട്ടുണ്ട്, നമ്മൾ എലിമെന്ററി സ്കൂളിൽ പോയിട്ടുണ്ട്, നമ്മൾ സെക്കൻഡറി സ്കൂളിൽ പോയിട്ടുണ്ട്, പിന്നെ നമ്മൾ ഗ്രാജുവേഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ചിലർ നമ്മളിൽ ഉള്ളവർ ഡോക്ടർമാരായിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റമിനെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരികയും ദൈവത്തിന്റെ വചനത്തിന്റെ ആദ്യ പാഠങ്ങൾ നമുക്ക് ഇന്ന് ലഭിച്ചത് ഈ ബ്രിട്ടീഷ് മിഷണറീസ് പരിഭാഷപ്പെടുത്തിയ ആദ്യത്തെ ബൈബിളും പിന്നെ വന്ന പല പുസ്തകങ്ങളിൽ കൂടെയും നമ്മൾക്ക് ദൈവവചനം അറിയുവാനും അത് പഠിക്കുവാനുള്ള സാധ്യതകളും നമുക്ക് ഒരുങ്ങിയത് കേരള സമൂഹത്തിന് ഒരുങ്ങിയത് ഈ ബ്രിട്ടീഷ് മിഷനറികളുടെ കൂടെയാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ ദൈവത്തിന് സ്തുതി കൊടുത്ത് ഓർക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് മേജർ മിഷൻസ് നമ്മൾ കാണുന്നു, CMS, LMS, പിന്നെ നോർത്തിലൊക്കെ ബാപ്റ്റിസ്റ്റ് മിഷൻ, പിന്നെ ഇവിടെ വേറെ വന്നത് ബേസൽ മിഷൻ വന്നിട്ടുണ്ട്, പിന്നെ പോർട്ടുഗീസ് മിഷനറീസും വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് മേജർ ഐ തിങ്ക് ബ്രിട്ടീഷ് മിഷണറീസ് ആണ് ഏറ്റവും വലിയ പ്രവർത്തനം നമ്മൾക്ക് ദാനം ചെയ്തിരിക്കുന്നത്. താങ്ക് യു. എന്റെ അടുത്ത ചോദ്യം ആക്ച്വലി അതിലെ മിക്കവാറും പോയിന്റുകളും ബ്രദർ കവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ചോദ്യം ഞാൻ വ്യക്തമാക്കുന്നതിന് മുമ്പ് ഒരു വളരെ ഇന്ത്യയുടെ പ്രത്യേകിച്ച് കേരളത്തിന്റെ നവോത്ഥാനത്തിന് വലിയ പങ്ക് വഹിച്ച ഒരു മിഷണറിയാണ് വില്യം കേറി എന്ന് പറയുന്നത്. ബ്രദർ ഇതില് പറഞ്ഞോ എനിക്കറിയില്ല. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഇന്ത്യ കൊള്ളയിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും പിന്നെ മറ്റ് ഈ അപരിഷ്കൃതമായ ഭരണരീതികളും ജനങ്ങൾക്ക് വെളിച്ചം കിട്ടി അവർ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരുവിധ സപ്പോർട്ടും മിഷണറിമാർക്ക് കൊടുക്കാതിരുന്ന ഒരു കാലത്ത് കേരളത്തിൽ വന്ന് ഇന്ത്യയിൽ വന്ന് വലിയ മിഷണറി പ്രവർത്തനം നടത്തിയ വില്യം കേറി ഉള്ള ആളുകളുടെ ശ്രമഫലമായിട്ടാണ് സതി പോലുള്ള ആചാരങ്ങൾ, ഭർത്താവിന്റെ യൗവനയുക്തയായ ഭാര്യ തന്റെ ഭർത്താവ് മരിച്ചാൽ ആ ചെതയിൽ ചാടി മരിക്കുക തുടങ്ങിയ സംഭവങ്ങൾ നിർത്തലാക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അടുത്ത ചോദ്യം എങ്ങനെയാണ്, വാട്ട് ഡിഫറൻസ് ഡിഡ് ദോസ് മിഷണറീസ് മെയ്ഡ് ഇൻ ദ കൾച്ചറൽ ആൻഡ് സ്പിരിച്വൽ ഫാബ്രിക് ഓഫ് കേരള? അപ്പോ കേരളത്തിന്റെ സാംസ്കാരികവും അതുപോലെ തന്നെ ആത്മീയമായ മണ്ഡലത്തിൽ ബ്രിട്ടീഷ് മിഷണറിമാർ വഹിച്ച പങ്ക് എന്തായിരുന്നു എന്നുള്ളതാണ്. അതിലെ പല കാര്യങ്ങളും ബ്രദർ കഴിഞ്ഞ മെസ്സേജിൽ തന്നെ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് തന്നെ സംസാരിച്ചു. വേറെ എന്തെങ്കിലും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതോടെ ആഡ് ചെയ്യാം. ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടായത് നമ്മുടെ നാട്ടിൽ പെന്റക്കോസ്റ്റൽ മിഷൻ വരുന്നതിന് വളരെ മുൻപാണ് ഈ ബ്രിട്ടീഷ് മിഷനറീസ് വന്ന് ഈ പ്രവർത്തനം ചെയ്യുന്നത്. നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും ഒരു വലിയ ഇൻഫ്ലുവൻഷ്യലായ സഭ മർത്തോമ സഭ പോലും രൂപം കൊണ്ടത് ഈ മിഷണറിമാരുടെ പ്രവർത്തനമാണ്. ഇവര് വന്നിട്ടാണ് ആദ്യം കോട്ടയത്ത് ഒരു എന്തുവാന് പറയുന്നത് സെമിനാരി സ്ഥാപിക്കുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. 1814 ആദ്യത്തെ ഈ ഒരു ജാക്കോബൈറ്റ് സെമിനാരി കോട്ടയത്ത് വരുന്നത് ഈ മിഷനറീസ് ആണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ പഠിച്ചു വന്ന ഒരു അച്ഛനാണ് മൽപ്പാൻ എന്ന് പറഞ്ഞ ഒരു അച്ഛൻ. അവിടെ നിന്ന് പഠിച്ചു വരികയും ആ ഒരു വലിയൊരു സഭ, ഒരു വലിയ സമൂഹം ഓർത്തഡോക്സിൽ നിന്നും പിരിഞ്ഞ് ഇത് പറഞ്ഞത് മാതിരി ഒരു ചെറിയ റിഫോർമേഷനിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ള
കാര്യം മാത്രമേ അവിടെയും നമ്മൾ കാണുന്നുള്ളൂ. അവർ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഒരാൾ മേരിയെ വർഷിപ്പ് ചെയ്യുന്നു, ഒരാൾ മേരിയെ വർഷിപ്പ് ചെയ്യുന്നില്ല. അല്ലാത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം അതിനകത്ത് വ്യത്യാസം വരും. പക്ഷേ മേജർലി നമുക്ക് കാണുവാൻ സാധിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹത്തെ എങ്ങനെ ഒരു ജസ്റ്റ് അവർക്ക് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ മാത്രം കൊടുക്കുന്നതിൽ ഫോക്കസ് ചെയ്യാതെ അവരെ എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് അവരെ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമിൽ കൂടെ വളർത്തി വന്നിട്ട് അവർക്ക് ആ വചനം വായിക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അവർക്ക് ഈ അതിനകത്ത് പല തരത്തിലെ ഈ ഫിലോസഫി അവർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ചിലര് സോപ്പ് സൂപ്പ് സാൽവേഷൻ എന്ന് പറഞ്ഞ സാൽവേഷൻ ആർമി യൂസ് ചെയ്ത മാതിരി ബ്രിട്ടീഷ് മിഷനറീസ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ വരുമ്പം ഒരു നല്ല ഭക്ഷണം, പിന്നെ അവര് സ്കൂളിൽ പഠിക്കുവാൻ അതിൽ കൂടെ വചനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുവാനുള്ള, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം നോക്കി അവർ ആ മാതൃകയിൽ കൂടെ എങ്ങനെ ദൈവത്തിലേക്ക് വരുവാൻ സാധിക്കുമെന്നുള്ള വലിയ മാതൃകയാണ് ഈ ബ്രിട്ടീഷ് മിഷനറീസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുവാൻ സാധിക്കും, ആ ബ്രിട്ടീഷ് മിഷനറീസ് അതിനകത്ത് LMS ഉണ്ടായിരുന്നു, അതിനകത്ത് ഈ ബേസൽ മിഷൻ ഉണ്ടായിരുന്നു, CMS ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് ചർച്ച് മിഷനറി സൊസൈറ്റി ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാവരുടെയും തിയോളജിക്കകത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ചിലർക്ക് അച്ഛന്മാരുണ്ടായിരുന്നു, പക്ഷെ ചിലർക്ക് പാസ്റ്റർമാരുണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാവരുടെ കൂടി ഒരു CSI എന്നുള്ള ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള വലിയ ഒരു ഓർഗനൈസേഷൻ ആയിട്ട് ഒരുമിച്ച് വരുമ്പോൾ ഇവർ കോംപ്രമൈസ് ചെയ്ത് പിന്നെയും ആംഗ്ലിക്കൻ സഭയുടെ ടെനറ്റ്സ് ആണ് ഭൂരിപക്ഷം എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ ഓർക്കണം. പല മിഷൻ, ഇപ്പൊ ബേസിൽ മിഷൻ ഒക്കെ ആണെങ്കിൽ ഈ ഒരു പെന്റിക്കോസ്റ്റൽ സഭ പോലെ പാസ്റ്റേഴ്സ് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർക്ക് അച്ഛന്മാരുടെ ഒരു കോൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ പ്രസ്ബിറ്റർ എന്ന് ഒരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ ഇതുവരെ ഒരുമിച്ച് വരുമ്പോൾ ഇവര് തർക്കിച്ച് ഒരുമിച്ചിരുന്ന് കുറെ ഡിസ്കഷൻ ചെയ്ത് ഇവര് ഒരു സഭ രൂപീകരിച്ചപ്പോൾ ഇവർ അതേ ആംഗ്ലിക്കൻ സഭയുടെ ടെനറ്റ്സ് ആണ് ഇവര് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ബ്രിട്ടീഷ് മിഷനറീസ് വന്ന് ചെയ്ത ത്യാഗം, അതിനെയൊക്കെ മാർക്കറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ഒരു മതത്തെ മാർക്കറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇന്ന് നമ്മൾ CSI സഭയെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബ്രിട്ടീഷ് മിഷനറീസിന്റെ പ്രവർത്തനത്തെ കൊണ്ടാണ് അവർ അഭിമാനം കൊള്ളുന്നത്. ഇന്നത്തെ അവരുടെ പ്രവർത്തനത്തിൽ അവർക്കൊന്നും മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കുവാനില്ല. പക്ഷെ അവര് സ്റ്റിൽ ആ ബ്രിട്ടീഷ് മിഷനറീസിന്റെ മാതൃകയാണ് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മൾ കാണുന്നു ഈ പെന്റിക്കോസ്റ്റൽ സഭയിലും ഭൂരിപക്ഷം ആൾക്കാരും ഈ കാര്യം വിശ്വസിക്കുന്നു. കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷ് മിഷനറീസ് ആണ്. അപ്പൊ അത് നമ്മുടെ സോഷ്യൽ റിഫോർമേഷന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഈ സമൂഹത്തിലുള്ള പല ജാതീയ വ്യവസ്ഥകൾ അത് ഇന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നെങ്കിലും ഇതിന്റെ ഒരു ഉഗ്രരൂപമായിരുന്നു ചിലപ്പോൾ 1800s ഉണ്ടായിരുന്നത്. അതിന്റെയൊക്കെ മധ്യത്തിലേക്കാണ് ഈ ബ്രിട്ടീഷ് മിഷനറീസ് കടന്നു വരികയും അതിൻ്റെ ഇടയ്ക്ക് അവർ പ്രവർത്തിക്കുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് ഇന്നും അവരെ പറ്റി കേൾക്കുക. ഇപ്പൊ മൺറോ ഐലൻഡ് ആയാലും മൺറോ എന്ന് പറഞ്ഞിട്ട് ഒരു മിഷനറി, ഇവരൊക്കെ എല്ലാം ചെയ്ത പ്രവർത്തനങ്ങൾ ഇന്നും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണെങ്കിലും നമ്മൾ കാണുന്നു അത് വെച്ച് ഉണ്ടായ ഒരു വിശ്വാസ സംഹിതയായ CSI എന്ന് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള സഭ ഇന്ന് നമ്മൾ കാണുന്നു പിന്നെയും റിഫോം ചെയ്തിട്ട് റോമൻ കാത്തലിക്സ് ചർച്ചിന്റെ കൂടെ മറ്റേ നമ്മൾ കാണുന്നു കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അവരുടെ കൂടെ ഒരുമിക്കുന്നു. അപ്പോൾ ഈ റെവലേഷൻ 17 കാണിക്കുന്ന അതേ കാര്യം നമ്മൾ കാണുന്നു. ഇവരെല്ലാവരും ആ അമ്മയിൽ നിന്നും വന്നവരും പിന്നെയും ആ അമ്മയിലേക്ക് ചേരുവാൻ പോകുന്നതും ആകുന്നു എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കും. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, ഇത് നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ആരൊക്കെ ഒരുമിച്ച് കൂടുവാൻ സാധിക്കും? ഇന്ന് കൂടുവാൻ സാധിക്കുന്നത് പ്രസ്ബിറ്റേറിയൻ ചർച്ചസ് മാത്രമേ ഉള്ളൂ. പ്രസ്ബിറ്റേറിയൻ ആരാണ്? ഈ അച്ഛന്മാർ, ലോഹ ഇടുന്ന അച്ഛന്മാരുള്ള സഭകൾക്ക് എല്ലാവർക്കും അവരെല്ലാവരും ഒരുമിച്ചാണ്
അവരെല്ലാവരും ഒരേ അമ്മയിൽ നിന്നും വന്ന പല മക്കളാണ്. അപ്പോൾ അവർക്ക് ഒരുമിച്ച് കൂടുവാൻ സാധിക്കും. പക്ഷെ അവരെപ്പോഴും ലീനിയേജ്, ഇപ്പൊ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യക്ക് ഉള്ള ലീനിയേജ് പറയുമ്പോൾ അവർ എവിടത്തേക്കാ പോകുന്നത്? ബ്രിട്ടീഷ് മിഷനറിയിലേക്കാണ് കടന്നു പോകുന്നത്. അവർ ബ്രിട്ടീഷ് മിഷനറി അല്ല എക്സാമ്പിൾ ആകുന്നത്. പക്ഷെ ബ്രിട്ടീഷ് മിഷനറീസിന്റെ ഏതെങ്കിലും എക്സാമ്പിൾ അവർക്ക് ഇന്ന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ? അതില്ലതാനും. താങ്ക് യു. താങ്ക് യു വെരി മച്ച് ബ്രദർ. നമ്മൾ 3 ചോദ്യങ്ങളും അവസാനിക്കുകയാണ്. നമ്മള് ബ്രിട്ടീഷ് മിഷണറിമാർ ഇന്ത്യയിൽ വന്നത് നിമിത്തമുള്ള സാംസ്കാരികവും പിന്നെ സാമൂഹികവും അതുപോലെ ആത്മീയവും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഇന്ന് ഇന്ത്യ വലിയൊരു മുന്നേറ്റം നടത്തുവാൻ കാരണമായി തീർന്നത് ബ്രിട്ടീഷ് മിഷണറിമാരുടെ വരവോടുകൂടിയാണ് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഈ ജന്മി കുടിയാൻ വ്യവസ്ഥതകൾ, പിന്നെ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ തുടങ്ങിയുള്ള ആളുകൾ, ഉന്നത കുലജാതന്മാരും പിന്നെ താഴേക്കിടയിലുള്ള മനുഷ്യരും തമ്മിലുള്ള അന്തരം, തുടക്കത്തിൽ പറഞ്ഞ പോലെ മാറുമറയ്ക്കാൻ ഉള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഭക്ഷണം കഴിക്കാനുള്ള അവകാശം തുടങ്ങി ഇന്ത്യയുടെ തന്നെ നവോത്ഥാനത്തിലേക്ക് നയിക്കുവാൻ കാരണമായി തീർന്ന പല മുന്നേറ്റങ്ങളും ആരംഭിച്ചത് ബ്രിട്ടീഷ് മിഷണറിമാരാണ്. അതിന്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തന മണ്ഡലം ഒരുപക്ഷെ കേരളവും പിന്നെ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളായിരുന്നു. അതേസമയം തന്നെ ഇവർ കൊണ്ടുവന്ന മിഷണറി പ്രവർത്തനങ്ങൾ കത്തോലിക്ക സഭയുടെ ഒരു തുടർച്ച, ഒരു കുപ്പിയിലെ വീഞ്ഞ് മറ്റൊരു കുപ്പിയിലേക്ക് പകർന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. ബൈബിളിന്റെ റെവലേഷനിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും ഏതാണ്ട് ലോകത്തിലുള്ള WCC, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിലേക്ക് ചേർന്ന് കഴിഞ്ഞു. പ്രത്യേകിച്ച് മോദി റോളിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് മറ്റുള്ള പട്ടത്ത എപ്പിസ്കോപ്പൽ മൂവ്മെന്റുമായിട്ട് ഭിന്നിച്ചു കഴിയുകയാണെങ്കിലും കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ യെദ്യൂരപ്പ ഭരണകാലത്തും പല കാര്യങ്ങളും ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിച്ച സമയത്ത് അവർ ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിച്ചത്. പെന്റക്കോസ്റ്റ് മുതൽ കാത്തലിക് വരെയും എല്ലാ ചർച്ചകളും ഒരു WCCയുടെ ഒരു ചെറിയ ഫോർമാറ്റിലേക്ക് വന്നിരുന്നു. എന്നാൽ കാലക്രമേണ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്ന ആന്റി ക്രൈസ്റ്റ് മൂവ്മെന്റിലേക്ക് പൂർണ്ണമായും പോകും. അപ്പോൾ ആശയപരമായി ഇവർ തമ്മിൽ ഹൈറാർക്കികളുടെ അടിസ്ഥാനത്തിലും ഏതാനും ചെറിയ ചെറിയ ആശയങ്ങളുടെ പേരിലുള്ള ഭിന്നിപ്പൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബൈബിളിലെ വിശ്വാസ പ്രമാണവും അപ്പസ്തോലിക ഉപദേശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്ക് പരിഗണിക്കുമ്പോൾ ഇവരാരും തന്നെ തിരുവെഴുത്തുകളുമായിട്ട് ഇവരുടെ വിശ്വാസ പ്രമാണമോ ജീവിത രീതിയോ അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന രക്ഷയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾക്കോ പൊതുവിൽ മാറ്റം ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വളരെ ചരിത്രപരമായ വസ്തുതകളിലൂടെ ഇന്ത്യയുടെ സാംസ്കാരികവും സാമൂഹികവും ആത്മീയവുമായ മണ്ഡലങ്ങളിൽ വിദേശ മിഷണറിമാർ ചെയ്ത സംഭാവനകളെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ ഒരു പഠനമാണ് നമുക്ക് ഇന്ന് കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസണിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അടുത്ത ആഴ്ചയിൽ കാത്തലിക് ചർച്ച് ഇന്ത്യയുടെ സാംസ്കാരിക മണ്ഡലത്തിൽ അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിഷയം കൂടി ഈ അടുത്ത ആഴ്ചയിലെ ആദ്യത്തെ ബുധനാഴ്ച ഞങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ കേട്ട് പ്രോത്സാഹിപ്പിക്കുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ രാത്രിയിലെ ഈ സെഷൻ ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ നാമത്തിൽ അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്.